നമ്മള് നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയിൽ നിന്ന് ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഹീറ്റ് എന്ന് പറഞ്ഞാല് താപമാണ് അല്ലേ? മലയാളത്തിൽ ഹീറ്റ് എന്ന് പറയും. സത്യത്തിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് എത്തുന്നത് സണ്ണിൽ നിന്നാണ്. സോളാർ എനർജി, സൺലൈറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് അതിനെ ക്യാച്ച് ചെയ്യുകയും ഇൻഫ്രാറെഡ് റേസ് ആണ്, സൺലൈറ്റിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റേസ് ആണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിനെയും എർത്തിനെയും ഒക്കെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഈ ഹീറ്റ് എനർജി നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു സാധാരണ ഹീറ്റ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഏതാണത്? ഡിവൈസ് വിച്ച് മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഹീറ്റ് മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആക്കി കൺസിഡർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഹലോ, ആം ഓഡിബിൾ? ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഒരു ചാറ്റ് ചെയ്തേ, യെസ് ഒന്ന് ചാറ്റ് ചെയ്തേ. അപ്പൊ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഏത്? പറയൂ, ഏതാണ്? തെർമോമീറ്റർ. ഏതൊക്കെ ടൈപ്പ് തെർമോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഏതൊക്കെ ടൈപ്പ് തെർമോമീറ്ററുകൾ കേട്ടിട്ടുണ്ട്? ഒന്ന് മെർക്കുറിക് തെർമോമീറ്റർ അല്ലെ? മെർക്കുറിക് തെർമോമീറ്റർ. ഈ മെർക്കുറിക് തെർമോമീറ്റർ ഡിഗ്രി സെൽഷ്യസിലുള്ളതും ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളതും ഉണ്ട്. എന്തിനാ നമ്മൾ ഈ മെർക്കുറിയെ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ തെർമോമീറ്ററുകൾ ഒരുപാട് അവൈലബിൾ ആണ്. കോവിഡ് എല്ലാവരെയും ടെമ്പറേച്ചർ നോക്കാനെങ്കിലും പഠിപ്പിച്ചു. സ്കൂളിൽ നിങ്ങൾ കയറുന്നതിന് മുമ്പ് ടെമ്പറേച്ചർ നോക്കലുണ്ട് അല്ലെ? അങ്ങനെ ഒരു ചടങ്ങിന് നടത്തലുണ്ട്. സംഭവം അങ്ങനെയൊക്കെ നടത്തിയിട്ടും ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പറയുമ്പോഴാണ് പനിയുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയപരമായിട്ട് ഒക്കെ ഇത് മെഷർ ചെയ്യാനുള്ള സംവിധാനം, ടെമ്പറേച്ചർ മെഷർ ചെയ്ത് ആ കുട്ടികളെ സ്കൂളിലേക്ക്, കോമ്പൗണ്ടിലേക്ക് തന്നെ കയറ്റുന്നതിൽ നിന്ന് തടയാനുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടതുണ്ട്. ഇപ്പൊ ഏതായാലും നിങ്ങളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. കാരണം നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പൊ ഓരോരുത്തരെയും അവരവര് വീട്ടിൽ നിന്ന് തന്നെ ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ചെറിയ 140 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മെർക്കുറിക് തെർമോമീറ്റർ വാങ്ങാൻ കിട്ടും. മെർക്കുറിക് തെർമോമീറ്റർ കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചർ കറക്റ്റ് അറിയാൻ പറ്റും. എന്തിനാണ് മെർക്കുറി ഉപയോഗിക്കുന്നത്? എന്താ മെർക്കുറിന്റെ പ്രത്യേകത? മെർക്കുറി ഒരു മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? മെർക്കുറി മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? ആരൊന്നും പറയുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയും. മെർക്കുറി എന്നുള്ളത് ഒരു മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? അത് ശരി, മെർക്കുറി നോൺ മെറ്റൽ ആണ് അല്ലേ? അപ്പൊ അങ്ങനെയായോ? കുറെ ആൾക്കാർക്ക് മെറ്റൽ ആണ്, കുറെ ആൾക്കാർക്ക് നോൺ മെറ്റൽ ആണ്. എന്റെ നെബുല, രണ്ടും ഒരു സാധനം രണ്ടും ഉണ്ടാവൂടോ. മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഏക മെറ്റലാണ്.
ലിക്വിഡ് സ്റ്റേറ്റിൽ, അതായത് നോർമൽ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സീസിയവും അതുപോലെ റുബീഡിയും ഒക്കെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ലിക്വിഡ് ആവും. പക്ഷേ നോർമൽ ലിക്വിഡ് സ്റ്റേറ്റ്, നോർമൽ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളാണ് മെർക്കുറി. രസം അല്ലെ, മെർക്കുറി. മാത്രമല്ല മെർക്കുറി ഒപ്പാക്ക് ആണ്. ഒപ്പാക്ക് ആയ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഈ മെർക്കുറി. മെർക്കുറിയുടെ സിമ്പൽ എന്താണ്? മെർക്കുറിയുടെ സിമ്പൽ എന്താണ്? Hg. മെർക്കുറി ഒരു മെറ്റലാണ്. ഇനിയെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മോശാക്കല്ലേ കേട്ടോ. മെർക്കുറി ഒരു മെറ്റലാണ്. എന്ത് മെറ്റലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അതിന് വേറെ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്, അതിങ്ങനെ വികസിക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ മുകളിലേക്ക് ഉയരുന്നത്. തെർമോമീറ്റർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇങ്ങനെ ഒരു സാധനമാണ് ഈ തെർമോമീറ്റർ. ഇവിടെയാണ് ഈ പറഞ്ഞ മെർക്കുറി ഉണ്ടാവുക. എന്നിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുമ്പോൾ മെർക്കുറിക്ക് നിൽക്കാൻ സ്ഥലം വേണ്ടി വരും. അതിനിങ്ങനെ ആ ചെറിയ കുഴലുണ്ടാവും അതിൻ്റെ ഉള്ളില്, അതിൽ കൂടെ അങ്ങനെ മുകളിലേക്ക് കയറും. അപ്പൊ ഇത് ഓരോ ഡിഗ്രി കൂടുന്നതിനനുസരിച്ചും ഈ സ്പോട്ട് പൊസിഷൻ, അതിന്റെ വോള്യം അത് നിജപ്പെടുത്തിയിട്ടാണ് തെർമോമീറ്റർ ഉണ്ടാക്കുക. ഓരോ ഡിഗ്രി കൂടുന്തോറും ഇത്ര എക്സ്പാൻഷൻ കാണിക്കും എന്ന് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അതിനനുസരിച്ചാണ് ഇതിങ്ങനെ മുകളിലേക്ക് വരുന്നത്. അപ്പൊ ഒരാള് നിങ്ങൾ സാധാരണ പനിയും ആയിട്ട് വീട്ടിലെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ മെഷർ ചെയ്തിട്ട് 100 ഡിഗ്രി പനിയുണ്ട്. ഡോക്ടർമാരെ ചീട്ട്, പല ഡോക്ടേഴ്സിനെയും ചീട്ട് കാണാൻ പല പോലെയാണ് അല്ലെ. അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് 102 ഡിഗ്രി പനിയാണ്, അല്ലെങ്കിൽ 100 ഡിഗ്രി പനിയാണ്, അല്ലെങ്കിൽ 101 ഡിഗ്രി പനിയാണ്. ഒരു ഡോക്ടർമാരും 98 ഡിഗ്രി പനിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറും ആർക്കും മരുന്ന് കൊടുത്തു. ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് ഏത് ഡിഗ്രിയാണ്? പറയൂ, എങ്ങനെയാണ് ഇതില് മെഷർമെന്റ് വരുന്നത്? ഡിഗ്രി ഫാരൻഹീറ്റിലാണോ? അപ്പൊ ടെമ്പറേച്ചർ അളക്കുന്നത് വെറും ഡിഗ്രി അല്ല. ആ ഡിഗ്രി സെൽഷ്യസ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ഉണ്ട്. ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റും ഉണ്ട്. അതെന്താ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാല്? ഹലോ, എന്താണ് ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാല്? ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, ഒന്ന് ഡിഗ്രി ഫാരൻഹീറ്റും ഉണ്ട്. സത്യത്തിൽ 4 തരത്തിൽ ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ട്. ടെമ്പറേച്ചർ സ്കെയിൽ 4 ടൈപ്പ്. ഡിഗ്രി സെൽഷ്യസ് കേട്ടിട്ടുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് കേട്ടിട്ടുണ്ടോ? ഡിഗ്രി ഫാരൻഹീറ്റ് കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വീട്ടിലെത്തിയപ്പോ ഫുള്ള് മസിൽ പിടിച്ചിരിക്കുകയാണല്ലോ, ഫുള്ള് ജാടത്തെണ്ടികൾ. കേട്ടിട്ടുണ്ടേ? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് കഴിഞ്ഞ് കെൽവിൻ, മൂന്നാമത്തെ ആളാണ് കെൽവിൻ. അപ്പൊ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന 4 സ്കെയിലുകളുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സബ് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഹീറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. അത് ശരി, കുറെ എണ്ണം ഇപ്പോഴാണ്. റെഡി. അപ്പൊ നമ്മൾ ആദ്യം സബ് ഹെഡിങ് എഴുതാ ഹീറ്റ്, എന്നിട്ട് ഒന്നാമത്തെ പോയിന്റ് എഴുതാ ടെമ്പറേച്ചർ. എന്താ കുട്ടികളെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്? ടെമ്പറേച്ചർ എന്നുള്ളത്
ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദാറ്റ് ബോഡി. അതായത് ഒരു ശരീരത്തിന്റെ, ഒരു ബോഡിയുടെ, ഒരു ശരീരത്തിന്റെ, ഒരു വസ്തുവിന്റെ ഹോട്ട്നെസ് എത്രയാണ്, ചൂട് എത്രയാണ്. അത് മാത്രമൊന്നുമല്ല ഡിഗ്രിയിൽ മീൻസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ 6 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ്. അപ്പൊ നമുക്ക് ഈ ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പും അറിയേണ്ടി വരും. അപ്പൊ ഹോട്ട്നെസ് മാത്രമൊന്നുമല്ല, എന്തും കൂടി അറിയേണ്ടി വരും, കോൾഡ്നെസ് അല്ലെ, കോൾഡ്നെസ്. അപ്പോ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദാറ്റ് ബോഡി ഈസ് മെഷേർഡ് ഇൻ ടെമ്പറേച്ചർ. അത് അളക്കുന്ന ടെമ്പറേച്ചറിലാണ്. അല്ലെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി മോളിക്യൂൾസ് ഓഫ് ദാറ്റ്. അതായത് സത്യത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മൂവ് ചെയ്യുന്ന ആളുകളുടെ മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചലനമുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും. അതല്ലേ നമ്മൾ പഠിച്ചത്. ഒരാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. അപ്പോ കൈനറ്റിക് എനർജി എന്നത് അതിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്നത് സാധാരണ നമ്മൾ ടെമ്പറേച്ചറിലാണ് മെഷർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ്, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എനർജി, ആവറേജ് കൈനറ്റിക് molecules of the body, energy of the molecules of the body. Idea measure of average kinetic energy of the molecules of the body is known as temperature. അപ്പൊ ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻക്രീസസ് ദെൻ ടെമ്പറേച്ചർ റൈസസ്. ടെമ്പറേച്ചർ കൂടണമെന്നുണ്ടെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി കൂടണം. നിങ്ങളൊരു വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കുകയാണ്, വെള്ളം എടുത്ത് ഹീറ്റ് ചെയ്യാണ്. എങ്ങനെ ഹീറ്റ് ചെയ്യണത്? നിങ്ങൾ കെറ്റിലില് വെള്ളം എടുത്തിട്ട് ചൂടാക്കുകയോ ഗ്യാസുമേല് വെള്ളം എടുത്തിട്ട് ചൂടാക്കുകയോ എങ്ങനെയെങ്കിലും കയറ്റി വെള്ളം എടുത്ത് ചൂടാക്കുക. വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി അത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നയാൾക്ക് താഴത്തേക്ക് നല്ല ചൂടാണ് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കൈനറ്റിക് എനർജിയാണ് കൂടും. നിങ്ങൾ ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാഡിയിൽ കൊണ്ടുവന്നാണ് ചൂടാക്കി, എന്തേ കാര്യങ്ങളെ അവസ്ഥ? നല്ല രസമുണ്ട് അറിയോ? അവിടെ കിടന്നുകാണ്ട് അപ്പുറത്തോന് ചൂട് കൊടുക്കാൻ നോക്കും. ഇവൻ താഴെയുള്ള മോളിക്യൂൾസ് മുകളിലേക്ക് എന്ത് ചെയ്യും? ചൂട് അങ്ങനെ ഹീറ്റ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് മുകളിലേക്ക് എത്തിക്കാൻ നോക്കും. സ്വാഭാവികമായിട്ടും അവന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് നോൺ ആസ് ദ ടെമ്പറേച്ചർ റൈസസ്. അപ്പോഴാണ് നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്തു എന്ന്. അപ്പൊ ടെമ്പറേച്ചർ എന്നുള്ളത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ ബോഡി എന്നുള്ള ഒരു ഡെഫിനിഷൻ അത് നമ്മൾ പഠിച്ചിരിക്കണം. അറ്റ് ദ സെയിം ടൈം അതേസമയം ഇത് മെഷർ ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അതിന് സ്കെയിൽ ഉണ്ട്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ സ്കെയിൽ ഉണ്ട്. 4 ടൈപ്പിലുള്ള സ്കെയിൽ ഉണ്ട്. ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് സബ്ഹെഡിങ് കൊടുക്കുക. ടെമ്പറേച്ചർ സ്കെയിൽ 4 ടൈപ്പിലുള്ള ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ട്. ഒന്നാമത്തെ സ്കെയില്, ഹലോ കേൾക്കുന്നില്ലേ? ഒന്നാമത്തെ സ്കെയില് സെൽഷ്യസ് സ്കെയിൽ. എഴുതിയോ? രണ്ടാമത്തെ സ്കെയില്, ഈ സെൽഷ്യസ് സ്കെയിലിനെ ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സ്കെയില് ഫാരൻഹീറ്റ് എന്ന് എഴുതുന്നത് ശ്രദ്ധിക്കണേ. FAH
RENHEIT. ഇതാണ് ഫാരൻഹീറ്റ്. കണ്ടോ? ഫാരൻഹീറ്റ് സ്കെയിൽ. ഈ ഫാരൻഹീറ്റ് സ്കെയിൽ എങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുക? ഡിഗ്രി ഫാരൻഹീറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഫാരൻഹീറ്റ് സ്കെയിൽ, ഡിഗ്രി ഫാരൻഹീറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ സ്കെയിലാണ്, തേർഡ് സ്കെയിൽ ഈസ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിനെ സാധാരണ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കെ എന്ന ലെറ്റർ കൊണ്ട് മെൻഷൻ ചെയ്യും. ഓക്കെ, കെൽവിൻ സ്കെയിൽ. ഇനി ലബോറട്ടറികളിൽ അതല്ലെങ്കിൽ സയന്റിഫിക്കൽ യൂസുകൾക്കുള്ളതാണ് റോമർ സ്കെയിൽ. നാലാമത്തെ സ്കെയില്, അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നാലാമത്തെ സ്കെയിലാണ് റോമർ സ്കെയിൽ. റോമർ എന്ന് എഴുതുന്നത് ശ്രദ്ധിച്ചോണേ. REAUMUR, റോമർ സ്കെയിൽ. R എന്ന ലെറ്റർ കൊണ്ടാണ് ഇത് മെൻഷൻ ചെയ്യുക. 4 സ്കെയിലായോ? 4 സ്കെയിൽ നോട്ട് ചെയ്തോ. ഒന്നാമത്തെ സ്കെയിൽ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, രണ്ടാമത്തെ ഫാരൻഹീറ്റ് സ്കെയിൽ, മൂന്നാമത്തത് കെൽവിൻ സ്കെയിൽ, നാലാമത്തത് റോം. ഇനി ഈ സ്കെയിലുകൾ മുഴുവൻ എങ്ങനെയാണ് നമ്മൾ ഈ സ്കെയിലുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? സി എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് മനസ്സിലാവണം. ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 100, C by 100 is equal to F minus, നോട്ട് ചെയ്തോണേ, F minus 32 divided by 180 is equal to, ഈ രണ്ട് ഇക്വേഷൻ എഴുതിയോ? ഇതിന് എങ്ങനെ എഴുതിയോ? C by 100 is equal to F minus 32 by 180. ഇനി വീണ്ടും ഒരു ഈക്വൽ ടു കൊടുക്കുക. വീണ്ടും ഒരു ഈക്വൽ ടു കൊടുക്കുക. കൊടുത്തോ? വീണ്ടും ഈക്വൽ ടു കൊടുത്തു. R/80 എന്ന് എഴുതാം. എഴുതിയോ? വീണ്ടും ഒരു ഈക്വൽ ടു കൂടി കൊടുക്കുക. A മൈനസ് 273, ഇത് മൂന്നാട്ടോ, 273 ഹരിക്കണം ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. K minus 273 എഴുതിയോ? ഈ 4 ക്വാണ്ടിറ്റികളും ഇതിൽ വന്നിട്ടോ, 4 സ്കെയിലുകളും ഇതിൽ വന്നേ. ഇവന്മാരെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് എഴുതിയതാണ് ഒറ്റടിക്ക്. ഇനി ഓരോന്നും സെപ്പറേറ്റ് കൂടി എഴുതി വെക്കണം നിങ്ങൾ ബോക്സിലെ. ആദ്യത്തേത് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള കണക്ഷൻ. C is equal to, എഴുതിച്ചോളൂ, 5/9 into F minus 32. എഴുതിയോ? എഴുതിയോ? എന്താണ് ഡിഗ്രി ഫാരൻഹീറ്റ്? എന്താണ് ഡിഗ്രി ഫാരൻഹീറ്റ്? ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സ്കെയിലാണ്. അതിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും, ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറ്റും. C is equal to 5/9 into F minus 32. F എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫാരൻഹീറ്റ്, C എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ്. നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിച്ചോളൂ, 86 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട് എന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം. 86 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടെന്ന് വിചാരിക്കേ. അതിനെ എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക?
86 ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് എങ്ങനെ മാറ്റും? ഈ എഫിന്റെ അവിടെ 86 ഇട്ട് കൊടുത്താൽ മതി. 86 മൈനസ് 32 എന്നാവും. ബ്രാക്കറ്റിന് പുറത്ത് 5/9 എന്നുണ്ട്. 5/9 ഇൻറ്റു 86 മൈനസ് 32. ഇത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേരി. ഇക്വേഷൻ എഴുതിക്കോളി. സി ഇസ് ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32. എന്നിട്ട് ആ എഫിന്റെ സ്ഥാനത്ത് 80 ചെയ്തോ ആൻസർ എത്ര? വെരി ഗുഡ്. കുറെ ആൾക്ക് കിട്ടിയല്ലോ. 86 മൈനസ് 32 എന്ന് പറഞ്ഞാൽ 54. 5/9 അല്ലെ? 5/9 9 54 കട്ടായി പോവും. അതായത് 6 ഇൻറ്റു 5 എന്ന് വരും. 6 ഇൻറ്റു 5 പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസിന് ഈക്വലന്റ് ആണ് 86 ഡിഗ്രി ഫാരൻഹീറ്റ്. കണ്ടങ്ങളെ? കണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണ്? ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാ? എത്രയാണ് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ? ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എത്ര? യെസ്, ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ 36.7 ഡിഗ്രി സെൽഷ്യസ്. 36.7 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മള് റൗണ്ട് ചെയ്ത് പറയാറുണ്ട്. 36 അല്ല കേട്ടോ, 36.7 ഡിഗ്രി അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് റൗണ്ട് ചെയ്ത് പറയാറുണ്ട്. അത് 38 ഡിഗ്രി ആയാൽ ഉള്ള അവസ്ഥ എന്താ അറിയോ? 37 ഡിഗ്രി സെൽഷ്യസ് നിന്ന് മാറി 38 ഡിഗ്രി എങ്ങാനായാൽ അയാൾക്ക് 100 ഡിഗ്രിയിലേറെ പനി ഉണ്ട് എന്നർത്ഥം. 100 ഡിഗ്രിയിലേറെ ഇപ്പൊ നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ അതിനെ ഫാരൻഹീറ്റിക്ക് മാറ്റാൻ കഴിയും നിങ്ങൾക്ക്? 5/9 ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ആണല്ലോ നമ്മളെ ഇക്വേഷൻ. അപ്പൊ ഫാരൻഹീറ്റിൽ തന്നത് ഇവിടെ കൊടുത്താൽ മതി അല്ലെ? ഒരു എക്സാമ്പിളും കൂടി എഴുതിക്കൊള്ളിന്നാല്. ഒരു എക്സാമ്പിളും കൂടി. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഡിഗ്രി ഫാരൻഹീറ്റ് ഒരു 77 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കൂട്ടിക്കോ. സോറി, ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് കൂട്ടിക്കോളൂ. 77 ഡിഗ്രി ഫാരൻഹീറ്റ്. 77 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും? കണ്ടുപിടിക്കൂ. 77 ഡിഗ്രി ഫാരൻഹീറ്റ് 77. ഫഹീമ, അസ, ഫവാസ് പെട്ടെന്ന് മതിയോ അല്ലേ? നല്ല സുഖമാണല്ലോ.
ചെയ്തു. ഓക്കെ, ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? 77 മൈനസ് 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണ്. 45 ഇൻറ്റു 5/9, 9ഉം 45ഉം കട്ടായത് പോയി. 5 8, 5 ഇൻറ്റു 5 25, 25 ഡേ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. 25 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് ഇത് കിട്ടി എന്ന് ഉറപ്പല്ലേ? 25 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കിട്ടിയെന്ന് ഉറപ്പല്ലേ? അല്ലേ? ഇനി അതേപോലെ നേരെ തിരിച്ചും ചെയ്യാൻ പറ്റണ്ടേ? അതായത് ഡിഗ്രി സെൽഷ്യസ് തന്നാൽ അതിനെ ഡിഗ്രി ഫാരൻഹീറ്റ് എങ്ങനെ മാറ്റാം അത് പറയണ്ടേ? അതായത് നിങ്ങൾ ഹ്യൂമൻ ബോഡി 37 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ അത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്നൊന്ന് കണ്ടുപിടിക്കണം. അതൊന്ന് കണ്ടുപിടിച്ചേ. 37 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? അതിന് നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. എന്താ ഇക്വേഷൻ? 5/9 ഇൻറ്റു F മൈനസ് 32. ഈ 9 ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, 5നെ അങ്ങോട്ട് കൊണ്ടുപോവാ. അതായത് 5/9 തിരിച്ചിട്ടുമ്പോ 9/5 ഇൻറ്റു C എന്നായി മാറും ഡിഗ്രി സെൽഷ്യസ്, പ്ലസ് 32 എന്നായി മാറും മൈനസ് 32 അപ്പുറത്തേക്ക് വരുമ്പോ, അല്ലെ? അപ്പൊ ഇൻറ്റു C പ്ലസ് 32 ആണ് ഡിഗ്രി സെൽഷ്യസ് കാണണമെന്നുണ്ടെങ്കിലുള്ള ഇക്വേഷൻ. എങ്കിൽ പിന്നെ നിങ്ങൾ പറ 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. വെരി ഗുഡ്. എടുക്കന്മാര് എളുപ്പപ്പണി ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ പോട്ടെ. 35 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് തുല്യ? ഡാഷ് ഡിഗ്രി ഫാരൻഹീറ്റ്. 35 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി ഫാരൻഹീറ്റ്. ആ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. എന്താ ഇക്വേഷൻ? ഡിഗ്രി ഫാരൻഹീറ്റിക്കാണ് മാറ്റണമെങ്കിൽ 9/5 ഇൻറ്റു C പ്ലസ് 32. 9/5 ചെയ്യാം അല്ലേ? 9/5 ചെയ്യാം. 35ന് 9/5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 32 കൂടെ കൂട്ടുക. അപ്പൊ 5 7 7 7 9 7 9 63 അല്ലേ? 63 32 95 ഡിഗ്രി ഫാരൻഹീറ്റ് കിട്ടും. കിട്ടിയോ? എത്ര പേർക്ക് കിട്ടി? 95 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര പേർക്ക് കിട്ടി? യെസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, സെറ്റ് അല്ലേ? എവരിബഡി ഓക്കെ. രണ്ടാമത്തത്, നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചതിൽ രണ്ടാമത്തത് കെൽവിനും ഡിഗ്രി സെൽഷ്യസും. കെൽവിൻ എന്ന് പറഞ്ഞതാ ഈ രണ്ടെണ്ണം കൂടി ഇങ്ങനെ പെറുക്കിയെടുക്കുക. അത് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ്. ടെമ്പറേച്ചർ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ? ടെമ്പറേച്ചറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ് എന്ന് ഓൾറെഡി പഠിച്ചവരല്ലേ? നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്താലോ? ഏത് ഇക്വേഷൻ? 100ഉം 100ഉം ചെയ്തു പോകും. C is equal to K minus 273. എന്താ? equal to K minus 273. നോക്കൂ, 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എത്ര കെൽവിൻ ആണ് എന്നും 100 കെൽവിൻസ് ഈക്വൽ ടു എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നും കണ്ടുപിടിക്കണം. രണ്ടും വേണം. 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എത്ര കെൽവിൻ, 100 കെൽവിൻസ് ഈക്വൽ ടു എത്ര ഡിഗ്രി സെൽഷ്യസ്, രണ്ടും കണ്ടുപിടിക്കണം. അതിനെന്താ വഴി? ദാ ഇക്വേഷൻ. C കണ്ടുപിടിക്കണമെങ്കിൽ Kന്റെ അവിടെ എത്രയാണോ K തന്നത് അത് എഴുതി കൊടുക്കാം. നേരെ തിരിച്ചും K ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ ഡിഗ്രി സെൽഷ്യസിന്റെ അവിടെ ആ ഡിഗ്രി സെൽഷ്യസ് തന്നത് എഴുതി കൊടുക്കുക. എന്നിട്ട് മൈനസ് 273 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ പ്ലസ് 273 ആവും. എപ്പോഴും ആലോചിക്കുക, K എന്നുള്ളത് കെൽവിനാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോ 0 ഡിഗ്രി സെൽഷ്യസിലെ കെൽവിൻ 273 കെൽവിൻ ഉണ്ടാവും. മനസ്സിലാണ്ടോ? ഹലോ,
വെറും 0°C 273 കെൽവിന് തുല്യമാണ് 0°C. അപ്പൊ ഇവിടെ ഒന്ന് ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. C is equal to ഈ രണ്ടും ഒന്ന് ചെയ്ത് നോക്കിയേ, രണ്ട് ചെയ്ത് നോക്കിയേ. ഫ്രൈഡേ ആണ്, ഞാൻ അവസാനിപ്പിക്കാറായി. ബാക്കിയുള്ളത് ഗ്രൂപ്പിലൂടെ അതിന്റെ വർക്ക്, ഇതിന്റെ വർക്ക് ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വർക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ തരണ്ട്. ഒന്ന് രണ്ട് ചെറിയൊരു അർജൻസി വന്നിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ള വർക്ക് ഞാൻ ഗ്രൂപ്പിലൂടെ അയക്കാം. ഇതിന്റെ ആൻസർ കൂടി പറയാം. 100K എന്ന് പറഞ്ഞാൽ എത്ര °C ആണ് എന്നാണ് ചോദിച്ചത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കെൽവിന്റെ ഭാഗത്ത് 100 എന്ന് കൊടുക്കാം അല്ലെ. കെൽവിന്റെ ഭാഗത്ത് 100 എന്ന് കൊടുക്കാം. C is equal to K minus 273 അല്ലേ. അപ്പൊ കെൽവിന്റെ സ്ഥാനത്ത് 100 എന്ന് കൊടുക്കുക. 100 മൈനസ് 273. ആൻസർ വരിക -173°C. മനസ്സിലായോ? ഇവിടെ വരിക -173. എത്ര പേർക്ക് കിട്ടി? -173°C ആണ് 100K. വളരെ സിമ്പിൾ അല്ലേ? °C is equal to K minus 273. അപ്പൊ Kന്റെ സ്ഥാനത്ത് 100 എന്ന് കൊടുത്തു. ഞാനതാ ചോദ്യം തന്നേ. 100 മൈനസ് 273 എത്രയാണ്? -173. അതാണ് °C. അപ്പോ എന്ത് ചെയ്താൻ പറ്റും? 100 കെൽവിന് ഈക്വൽ ആണ് -173°C എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ എഴുതിയത്? എല്ലാരും എഴുതിയോ? ഇനി അടുത്ത ചോദ്യം എന്താ പറഞ്ഞത്? 100°C ഈക്വൽ ടു ഡാഷ് കെൽവിൻ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ കെൽവിൻ കാണണമെങ്കിൽ, കെൽവിനിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലെ കെൽവിനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? -273 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ +273 ആവും. ഹലോ, 100°C അല്ലേ തന്നത്? കെൽവിൻ ആണ് കാണേണ്ടത്. അപ്പൊ K is equal to 100 + 273. അപ്പൊ 373 ആണ് ഉത്തരം. 373 കെൽവിൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നും കൂടി വേറെ ചെയ്യാം. 200 കെൽവിൻ ഈക്വൽ ടു ഡാഷ് °C. ആരാ ചെയ്യാം? വെരി ഗുഡ്. അപ്പോ -73°C എന്ന് കിട്ടി അല്ലെ. ശരിയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ വർക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇനി ഒരു ഇപ്പോ നിങ്ങൾക്ക് ലേറ്റന്റ് ഹീറ്റ്, അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഇതിന്റെ തുടർച്ചയായിട്ട് ഹീറ്റ് ഒന്ന് അവസാനിപ്പിക്കാൻ ഒരു ക്ലാസ് കൂടി വേണ്ടി വരും. നമുക്ക് ചെയ്യാം. ആദ്യമായി തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് അറിയോ നിങ്ങൾക്ക്? തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര്, ആദ്യമായി തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? കേട്ടില്ല? ഗലീലിയോ ആണ് കേട്ടോ. ഗലീലിയോ ആണ് ആദ്യമായി തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ. അപ്പൊ ഇതിന്റെ വർക്ക്ഷീറ്റ് നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ, ശരി, ബൈ.